PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 6 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ 6 ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സമയം ഞാനൊന്ന് പറയാം. കാലത്ത് 6 മണിക്കൊരു ക്ലാസ്, ദെൻ 9 മണിക്കൊരു ക്ലാസ്, 12 മണിക്കൊരു ക്ലാസ്, 3 മണിക്കൊരു ക്ലാസ്, രാത്രി 8 മണിക്കൊരു ക്ലാസ്, 10:30 ക്ലാസ്. ഇങ്ങനെയാണ് 6 ക്ലാസ്സുകൾ വരുന്നത്. ഈ 6 ക്ലാസ്സുകളിൽ 2 ക്ലാസ് ലൈവും 4 ക്ലാസ് റെക്കോർഡഡും ആണ് കേട്ടോ. അപ്പോൾ രാത്രിയുള്ള 2 ക്ലാസ്സുകളാണ് ലൈവ്, രാത്രി 8 മണിക്കും രാത്രി 10:30ക്കുള്ള ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകൾ. അതിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സുമാണ് ലൈവായിട്ട് ചെയ്യുന്നത്. ബാക്കി 4 നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അതിൽ നമ്മൾ GK പോർഷൻസ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, അതുപോലെ തന്നെ നമ്മുടെ കലാകായികം, സാഹിത്യം എന്ന് പറയുന്ന ഭാഗം, SCERT, NCERT അങ്ങനെയുള്ള പോർഷൻസ് ഒക്കെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാ ക്ലാസ്സുകളും കണ്ട് പ്രയോജനപ്പെടുത്തുക. തുടക്കക്കാരായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ടും ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് തുടക്കം മുതൽ ക്ലാസ്സുകൾ കണ്ടുവരിക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ കാണാനായിട്ട് നമ്മൾ ഏകദേശം ഒരു ഫെബ്രുവരി 10 കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ക്ലാസ് തൊട്ട് നിങ്ങൾ ഇങ്ങോട്ട് കണ്ടുവരിക. ചെറിയ ക്ലാസ്സുകളാണ് കേട്ടോ, അധികം സമയമൊന്നും ഇല്ലാത്ത ക്ലാസ്സുകളാണ് നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുവന്നതിന് ശേഷം നമ്മുടെ കൂട്ടത്തിൽ വരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്ലാസ് കാണുമ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. റിവിഷൻ സമയത്ത് അതായിരിക്കണം നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സുകൾ ഇങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ആഴ്ചയിൽ ഒരു ദിവസം, ഇപ്പോൾ ശനിയാഴ്ച രാത്രി 8 മണിക്ക് നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മാസത്തിൽ ഒരു ദിവസവും ഇതുപോലെ ഒരു മാസം പഠിച്ച കാര്യങ്ങളുടെ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് റിവിഷനും PYQ ഡിസ്കഷനും എക്സാമും എല്ലാം കൂടെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇവിടെ നോക്കുക, ഓരോ സംസ്ഥാനങ്ങളും അതിൽ വരുന്ന പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളുമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നോക്കാം, ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ വരുന്നതാണ് ജംഗിൾ വന്യജീവി സങ്കേതം, ബാംബു ഐലൻഡ്, ഇന്റർവ്യൂ ഐലൻഡ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും വരുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ജംഗിൾ, ബാംബു ഐലൻഡ്, ഇന്റർവ്യൂ ഐലൻഡ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് ആൻഡമാൻ ആണ് അല്ലേ. അപ്പോൾ ഒരു മാൻ ഉണ്ടല്ലോ ഇവിടെ, മാൻ. ഓക്കെ, അപ്പോൾ മാൻ കാണുന്നത് എവിടെയാണ്? ജംഗിൾ അല്ലേ, കാട് അല്ലേ എന്നുള്ള രീതിയല്ലേ. അപ്പോൾ ജംഗിൾ, കാട് എന്നുള്ള രീതിയിൽ. അപ്പോൾ മാൻ കാണുന്നത് എവിടെയാണ്? കാട്ടിലാണ് അല്ലേ. ജംഗിൾ അതുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ കാട്ടിൽ കാണുന്ന മറ്റു കാര്യങ്ങൾ ബാംബു അല്ലെ. ബാംബു എന്ന് പറയുമ്പോൾ എന്താണ്? മുള കാടുകളിലല്ലേ കാണപ്പെടുന്നത്, ബാംബു കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേന് എന്താണ്, നമുക്ക് വളരെയധികം നല്ലൊരു വ്യൂ ആയിരിക്കും അല്ലേ. കാട്ടിനകത്ത് പോയിട്ട് മുളയും മാനും ഒക്കെ കാണുന്നത് നമുക്ക് നല്ലൊരു വ്യൂ ആണ് എന്നുള്ള രീതിയിൽ വ്യൂ, ഇന്റർവ്യൂ, ലാൻഡ്, ഓക്കെ, ഐലൻഡ് കിട്ടുമല്ലോ. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ കിട്ടിയോ? അവിടെ എവിടെയൊക്കെയാണ്? മാൻ എന്ന് പറയുമ്പോഴത്തേനും ജംഗിൾ ആലോചിക്കുക. ജംഗിൾ, കാടിനകത്ത് എന്താണ്? ബാംബു ഐലൻഡ്. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു വ്യൂ ആണ് എന്നുള്ള രീതിയിൽ ഇന്റർവ്യൂ ഐലൻഡ് കിട്ടുമല്ലോ. ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. വലിയ കോഡുകളാണ് എന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ അതിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ കണക്ഷൻസ്, ഓരോ വേർഡും വായിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം, ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ വരുന്നതാണ് ഗുൽമാർഗും രാംനഗറും. ഗുൽമാർഗും രാംനഗറും. അപ്പോൾ ഇത് കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് വലിയ കോഡൊന്നും ആദ്യം കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ആലോചിച്ചപ്പോൾ കിട്ടുന്നതാണ് രാംനഗർ. രാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയൊരു സിനിമയുണ്ട് അല്ലേ, രാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട്. അതിലൊരു പാട്ടുണ്ട് ഗുലുമാൽ അല്ലേ. ഗുലുമാൽ, അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവനവൻ പിടിക്കുന്ന അങ്ങനെ ഒരു പാട്ടൊക്കെ ഉണ്ട്, ഗുലുമാൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സിനിമയായിട്ട് കണക്ട് ചെയ്യാം. രാംനഗർ, രാംജി റാവ് സ്പീക്കിലെ ഗുലുമാൽ പിടിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? ഗുലുമാൽ പിടിക്കുന്നത് കാശിൻ്റെ പേരിലാണ് അല്ലേ. ഒരു കാശിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്തൊക്കെയോ ചെയ്തിട്ട് ലാസ്റ്റ് ഗുലുമാൽ പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീർ, അവിടെ കാശുണ്ട്. കാശിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ എന്താണ് ഗുലുമാൽ പിടിക്കുന്നത് അല്ലെ, ഗുലുമാൽ പിടിക്കുന്നത്. അപ്പോൾ രാംജി റാവ് സ്പീക്കിംഗ് ആ രാംനഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ പൊതുവെ നമ്മൾ കാശിൻ്റെ പുറകെ പോകുമ്പോഴാണ് നമുക്ക് ഗുലുമാൽ പിടിക്കുന്നത് എന്നുള്ള രീതിയിൽ കാശ്മീരും ഗുൽമാർഗും കൂടിയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. രാംനഗർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാംജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫിലിമുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ഗുൽമാർഗ്, രാംനഗർ കിട്ടുമല്ലോ. അടുത്തത് നോക്കാം, തെലങ്കാന അതിൽ വരുന്നതാണ് ക്രോക്കോഡിൽ, മഞ്ചീര ക്രോക്കോഡിൽ, പ്രാണഹിത വന്യജീവി സങ്കേതം,
പോച്ചാറാം വന്യജീവി സങ്കേതം. ഓക്കെ, പോച്ചാറാം വന്യജീവി സങ്കേതം. അപ്പോൾ തെലങ്കാനയിൽ വരുന്നത് ഏതൊക്കെയാണ്? ക്രോക്കോഡിൽ, മഞ്ചീര ക്രോക്കോഡിൽ, പ്രാണഹിത വന്യജീവി സങ്കേതം, പോച്ചാറാം വന്യജീവി സങ്കേതം. അപ്പോൾ ഇത് 4 കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തെലുങ്കാനയുണ്ട് അല്ലേ, ആന. ആന എന്ന് പറയുമ്പോഴത്തേനും ആനയായി. അടുത്ത നോക്കുക, ക്രോക്കോഡിൽ. എല്ലാ മൃഗങ്ങളുടെ പേരല്ലേ, ആന, ക്രോക്കോഡിൽ. മഞ്ചീര. മഞ്ചീര നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ മഞ്ചീര ചേരയുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആന, ക്രോക്കോഡിൽ, ചേര എന്നൊക്കെ പറയുന്നത് എന്താണ്? മൃഗങ്ങളാണ്. ആ മൃഗങ്ങളൊക്കെ നമ്മളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ അല്ലേ, പ്രാണന് അപകടമാണ്. പ്രാണൻ പോച്ചേ എന്ന് പറയില്ലേ തമിഴിലെ, പോച്ചേ അല്ലേ, പോവും എന്നുള്ള രീതിയിൽ, പോയി എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആനയും ക്രോക്കോഡിലും, ഓക്കെ, ക്രോക്കോഡിൽ, മഞ്ചീര, ചേര. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാണൻ പോച്ചേ അല്ലേ, പ്രാണൻ പോകും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കുക. തെലങ്കാന ക്രോക്കോഡിൽ, മഞ്ചീര ക്രോക്കോഡിൽ, പ്രാണഹിത പോച്ചാറാം, പ്രാണൻ പോച്ചേ എന്നുള്ള രീതിയിൽ പോച്ചാറാം കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒരു കണക്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, ഗോവയിലെ വന്യജീവി സങ്കേതങ്ങളാണ് മാതേയ്, ഭഗവാൻ മഹാവീർ, നേത്രാവലി, ബോണ്ടില. ഏതൊക്കെയാണ്? മാതേയ്, ഭഗവാൻ മഹാവീർ, നേത്രാവലി, ബോണ്ടില. അപ്പോൾ ഇതെല്ലാം ഗോവയിലാണ് എന്ന് ഓർത്തിരിക്കാനായിട്ട്, ഗോ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഗോമാതാവ് അല്ലേ, പശുവിനെ ഓർക്കാലോ, ഗോമാതാവ്. ഓക്കെ, അപ്പോൾ പശുവിനെ ഓർക്കാം. അപ്പോൾ ഗോമാതാവ് എന്നുള്ളതിൽ നിന്ന് തന്നെ ഗോമാത, ഓക്കെ, മാതേയ് വന്യജീവി സങ്കേതം കിട്ടും അല്ലെ. ഗോമാത എന്ന് പറയുമ്പോൾ തന്നെ മാതേയ് വന്യജീവി സങ്കേതം അവിടെ നിന്ന് കിട്ടും. ദെൻ ഭഗവാൻ മഹാവീർ, നേത്രാവലി. ഇത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് ചിലയിടത്തൊക്കെ ഈ ബലി കൊടുക്കുന്നത് കാണാം അല്ലെ, മൃഗങ്ങളെ. അപ്പൊ പശുവിനെയൊക്കെ ബലി കൊടുക്കും ചില ഭഗവാന്മാർക്ക്. അങ്ങനെയുള്ള രീതിയിൽ ഭഗവാൻ, നേത്രാവലി, ബലി, ഓക്കെ, ബലി കൊടുക്കുന്നു അല്ലെ ഭഗവാന്മാർക്ക്. ചിലരൊക്കെ ഗോമാതാവിനെ ബലി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നേത്രാവലി, ബലി കൊടുക്കുന്ന ആർക്കാണ്? ഭഗവാന് അല്ലെ. ഭഗവാന് ബലി കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഗോമാതാവ് ഓർക്കാലോ. അപ്പോൾ ഗോമാതാവ് ഓർക്കുക, ഭഗവാന് ബലി കൊടുക്കുന്ന കാര്യങ്ങൾ കൂടെ ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടിക്കോളും. ഓക്കെ, ഇനി ബോണ്ടില എനിക്ക് പ്രത്യേകിച്ച് കണക്ഷനൊന്നും കിട്ടിയില്ല. വേണമെങ്കിൽ പശു കരയുന്നത് ബേ എന്നാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ബോണ്ടില, ബേ അതൊന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. ബോണ്ടില വന്യജീവി സങ്കേതം. അടുത്തത് നോക്കുക, ബീഹാർ നമ്മളിവിടെ കീവേഡായിട്ട് എടുക്കുന്നത്. ഇവിടെ ഗോവ എന്ന് പറഞ്ഞപ്പോൾ പശുവിനെയാണ് നമ്മൾ എന്താണ് കീവേഡായിട്ട് എടുത്തത്. അപ്പോൾ ഇവിടെ ബീഹാർ എന്ന് പറയുമ്പോൾ ഇവിടെ കാറായിട്ട് കണക്ട് ചെയ്യുക കേട്ടോ. ബീഹാർ, കാറുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗൗതമ ബുദ്ധ എന്നുണ്ട് അല്ലേ. അപ്പോൾ ഗൗതമൻ്റെ രഥം എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം കണ്ടിട്ടുണ്ടോ അല്ലേ, ഒരു കാറിൻ്റെ കഥയാണെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗൗതമൻ്റെ രഥം എന്ന് പറയുന്നത് എന്താണ്? ഒരു കാറാണ് അല്ലേ. അപ്പോൾ ബീഹാർ, ഗൗതമ ബുദ്ധ, ആ ഒരു കണക്ഷൻ കിട്ടുമോ? ഗൗതമൻ്റെ രഥം എന്ന് പറഞ്ഞിട്ടുള്ള ഫിലിം കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു കാറിൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഗൗതമൻ്റെ രഥം ഒരു കാറാണ്. അപ്പോൾ ബീഹാർ കിട്ടുമോ? അടുത്തത് നോക്കുക, രാജ്ഗീർ അല്ലേ. അപ്പോൾ കാറായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗീർ ഉണ്ടാവും അല്ലേ. കാറിൽ എന്തുണ്ടാവും? ഗീർ ഉണ്ടാവും. അതൊന്ന് ഓർക്കാലോ, കാറായി കഴിഞ്ഞാൽ ഗീർ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓർക്കാം. ദെൻ വാൽമീകി, വിക്രംശില, ഗാംഗേറ്റിക്, ഡോൾഫിൻ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കിട്ടാനായിട്ട് വാൽമീകിക്ക് എനിക്ക് വലിയ കോഡൊന്നും കിട്ടിയില്ല. വിക്രംശില, ഗാംഗേറ്റിക് അല്ലേ. ഗേറ്റിക് ഉണ്ട് അല്ലേ, ഗേറ്റ്. നമ്മൾ കാറൊക്കെ ഓടിച്ചു പോകുന്നത് എങ്ങനെയാണ്? ഗേറ്റിലൂടെ അല്ലേ. ഗേറ്റ് കടന്നിട്ടാണ് നമ്മൾ കാർ ഓടിച്ചു പോകുന്നത് അല്ലേ. അപ്പോൾ ഗേറ്റ് കടക്കണം. അപ്പോൾ ഗേറ്റിക് അതൊന്ന് കണക്ട് ചെയ്യാലോ, കാറും ഗേറ്റും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഗൗതമൻ്റെ രഥം കാറാണ്. അപ്പോൾ ഗൗതമ ബുദ്ധ വന്യജീവി സങ്കേതം ബീഹാറിലാണ് എന്ന് കിട്ടും. രാജ്ഗീർ കാറായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഗീർ ഉണ്ടാവും. അപ്പോൾ ബീഹാർ, രാജ്ഗീർ കിട്ടും. ദെൻ വിക്രംശില, ഗാംഗേറ്റിക്, ഗേറ്റ് അല്ലേ. കാറ് പോകണമെങ്കിൽ ഗേറ്റ് തുറന്നിട്ട് വേണം പോകാനായിട്ട്. ആ രീതിയിൽ വിക്രംശില, ഗാംഗേറ്റിക്, ഡോൾഫിൻ കിട്ടുമല്ലോ. ഓക്കെ, വാൽമീകിയും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് നോക്കാം, മേഘാലയയിൽ ഉള്ളതാണ് നാർപുഗ് വന്യജീവി സങ്കേതവും നോങ്ക്യെല്ലാം വന്യജീവി സങ്കേതവും. എന്തൊക്കെയാണ്? നാർപുഗ്, അതുപോലെ തന്നെ നോങ് എല്ലാം. അപ്പോൾ ഈ പേരുകളൊക്കെ ഇങ്ങനെ കാണാതെ പഠിച്ചു വയ്ക്കാൻ ഭയങ്കര പാടാണല്ലേ. ചില പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത പേരുകളാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞു വേർഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ ഓർമ്മ വന്നോളും.
അപ്പോൾ അതുപോലെ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. മേഘാലയത്തിൽ മേഘമുണ്ട് അല്ലേ, മേഘം കീവേഡായിട്ട് നമ്മൾ മേഘമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മേഘത്തെ വെച്ച് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. നാർ പുഗ് അല്ലേ, പുഗ്. നമുക്ക് മേഘത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വെള്ള കളറിൽ ഇങ്ങനെ പുകയായിട്ടാണ് കാണുക അല്ലേ, വെള്ള കളറിൽ ഇങ്ങനെ പുക ഇങ്ങനെ നീങ്ങി പോകുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ പുക പോലെയാണ് നമ്മുടെ മേഘം ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ മേഘാലയയിൽ നാർ പുഗ് വന്യജീവി സങ്കേതം കിട്ടുമല്ലോ. പുക പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പുക പോലെ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം അല്ലേ, നമ്മൾ മേഘത്തിലേക്ക് നോക്കണം, നോക്കിയെല്ലാം നമ്മൾ നോക്കിയാലാണ് നമുക്കത് എന്തായിട്ട് കാണാൻ പറ്റുക, പുക പോലെ കാണാനായിട്ട് പറ്റുക. അപ്പോൾ മേഘാലയ നാർ പുഗ് നോക്കിയെല്ലാം. അപ്പോൾ നമ്മൾ മേഘത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, പുക പോലെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നാർ പുഗ് കിട്ടിയല്ലോ. അടുത്തത് നോക്കുക, മിസോറാമിലുള്ള വന്യജീവി സങ്കേതമാണ് ലെങ്തങ് വന്യജീവി സങ്കേതം. എന്താണ് ലെങ്തങ് വന്യജീവി സങ്കേതം? അപ്പോൾ ഈ ഒരു വന്യജീവി സങ്കേതമേ ഉള്ളൂ. അപ്പോൾ അത് പഠിച്ചു വെക്കാനായിട്ട് ഈസിയാണ്. സോറാം എന്നുണ്ട് അല്ലേ, അപ്പോൾ അതിൽ സോറോ എന്നെടുക്കാമല്ലോ, മിസോറാം അല്ലെങ്കിൽ സോറോ എന്നെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ അല്ലെ, സോറോ വരുന്നത് എങ്ങനെയാണ്, സങ്കടം വരുന്നത് എങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. അപ്പോൾ മിസ്സായി പോയിട്ട് നമുക്ക് വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ സോറോ അല്ലെങ്കിൽ മിസ്സായി കഴിഞ്ഞാൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് സോറോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തേങ്ങും അല്ലേ, നമ്മൾ തേങ്ങി കരയും അല്ലേ. അപ്പോൾ നമ്മൾ തേങ്ങും എന്നുള്ള രീതിയിൽ തെങ്ങ് എന്നുള്ളതിൽ നിന്നും തേങ്ങുക എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ സോറോ സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങും എന്നുള്ള രീതിയിൽ മിസോറാമിൽ വരുന്നതാണ് ലെങ്തങ് വന്യജീവി സങ്കേതം. കിട്ടുമല്ലോ. ഇവിടെ നോക്കുക, നാഗാലാൻഡ്. ഓക്കെ, നാഗാലാൻഡിലുള്ള വന്യജീവി സങ്കേതങ്ങളാണ് ഫക്കിം അതുപോലെ തന്നെ രംഗബഹാർ. ഓക്കെ, ഫക്കിം അതുപോലെ തന്നെ രംഗബഹാർ വന്യജീവി സങ്കേതം കാണുന്നത് എവിടെയാണ്, നാഗാലാൻഡിലാണ്. അപ്പൊ നാഗം എന്ന് വെച്ചാൽ എന്താണ്, പാമ്പാണ് അല്ലെ. നാഗം എന്ന് വെച്ചാൽ പാമ്പാണ്. അപ്പൊ നമ്മൾ കിങ് കോബ്ര എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഫക്കിം അപ്പൊ കിങ് കോബ്രയായിട്ടൊന്ന് കണക്ട് ചെയ്യാലോ, പാമ്പ് കിങ് ആണ് അല്ലെ. ആ ഒരു രീതിയിൽ ഫക്കിം അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നാഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ജീവൻ എന്ത് ചെയ്യും, അപഹരിക്കും അല്ലെ. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ പോകുമല്ലോ. അപ്പൊ നമ്മുടെ ജീവൻ അപഹരിക്കും എന്നുള്ള രീതിയിൽ രംഗബഹാർ കിട്ടുമെന്ന് ഒന്ന് നോക്കുക കേട്ടോ. എന്താണ്, നാഗാലാൻഡ്, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അപ്പൊ ഫക്കിം കിങ് കോബ്ര പാമ്പൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം, ഫക്കിം. ദെൻ എന്താണ്, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ അപഹരിക്കും. അപ്പൊ രംഗബഹാർ. ഓക്കെ, നാഗം നമ്മുടെ ജീവൻ അപഹരിക്കും എന്ന് ഓർക്കുക കേട്ടോ, രംഗബഹാർ. അടുത്തത് ഉത്തർപ്രദേശിൽ വരുന്നതാണ് ചന്ദ്രപ്രഭ വന്യജീവി സങ്കേതം. അപ്പോൾ ഉത്തർപ്രദേശിലാണ് എന്ന് ഓർത്തിരിക്കാനായിട്ട് ചന്ദ്രപ്രഭ ആണ് അല്ലേ. അപ്പോൾ ചന്ദ്രൻ ഉണ്ടല്ലോ, ചന്ദ്രനെ കാണണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് നോക്കണം, മേപ്പോട്ട് നോക്കണം അല്ലേ, മേളിലോട്ട് നോക്കണം. അതായത് ഉത്തരത്തിലോട്ട് നോക്കണം എന്ന് ഓർക്കുക. നമുക്ക് മുകളിലോട്ട് ഉത്തരത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ചന്ദ്രനെ കാണാനായിട്ട് പറ്റുക എന്നുള്ള രീതിയിൽ ഉത്തർപ്രദേശും ചന്ദ്രപ്രഭയായിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം. അടുത്തത് ഒഡീഷയിൽ വരുന്നതാണ് ഗഹിർമാത വന്യജീവി സങ്കേതം, നന്ദൻകാനൻ, ലഹരിവാലി, സിംലിപാൽ വന്യജീവി സങ്കേതം. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കണം, ഗഹിർമാത, നന്ദൻകാനൻ, ലഹരിവാലി, സിംലിപാൽ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊരു കണക്ഷൻ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒഡീഷ എന്നുള്ളതിൽ നിന്ന്, നമ്മൾ ഒഡീഷ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓടിച്ചെല്ലുക അല്ലെ, ഓടി എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്, നമ്മൾ ഓടിച്ചിട്ട് തല്ലുകയാണ് കേട്ടോ. ഒഡീഷ എന്ന് പറയുമ്പോൾ ഓടിച്ചിട്ട് തല്ലുന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഓടിച്ചിട്ട് തല്ലുന്നത് ആരാണ്, നമ്മളെ ഗഹിർമാത അല്ലെ, നമ്മുടെ വീട്ടിൽ നമ്മുടെ മാത അല്ലെ, അമ്മയാണ് നമ്മളെ ഓടിച്ചിട്ട് തല്ലുക അല്ലെ. ഒഡീഷ ഓടിച്ചിട്ട് തല്ലുന്ന ആരാണ്, മാതാവാണ്. എന്തിനാണ് മാതാവ് അല്ലെങ്കിൽ അമ്മ ഓടിച്ചിട്ട് തല്ലുന്നത്, എന്തിനാണ്, നന്നായി കാണാൻ അല്ലെ. നമ്മൾ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിച്ചിട്ട് തല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പം നന്ദൻകാനൻ അല്ലെ, നന്നായി കാണാൻ വേണ്ടിയിട്ട് നന്ദൻകാനൻ ഓർക്കാലോ. അപ്പം മാതാവ് നമ്മളെ നന്നായി കാണാൻ വേണ്ടിയിട്ട് ഓടിച്ചിട്ട് തല്ലും. പിന്നെ അതുപോലെ എന്തിനാണ്, ലഹരിവാലി, നമ്മൾ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മ നമ്മളെ ഓടിച്ചിട്ട് തല്ലും അല്ലേ. അപ്പം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ അപ്പം ലഹരിവാലി. പിന്നെയോ ചില കുട്ടികൾക്കൊക്കെ പാല് കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം പാല് കുടിക്കടാ എന്ന് പറഞ്ഞ് അവരെ പിന്നാലെ ഓടിച്ചെന്ന് കൊടുക്കും അല്ലേ അമ്മ. അപ്പോൾ ആ ഒരു കണക്ഷനിൽ സിംലി പാലും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഒഡീഷ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പിന്നാലെ അമ്മ ഇങ്ങനെ ഓടി വരുന്നതെന്ന് ഓർക്കുക, ഓടി വരുന്നത്. ഓക്കെ, ആരാണ്, അമ്മയാണ്. അപ്പോൾ മാതാ, ഗഹിർമാത. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മളെ നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓടിച്ചിട്ട് പിടിക്കുന്നത് അല്ലെ, ഓടിച്ചിട്ട് തല്ലുന്നത് നന്നായി കാണാനാണ്. അപ്പോൾ നന്ദൻകാനൻ. ദെൻ ലഹരി അല്ലെ, നമ്മൾ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും, തല്ലും. ദെൻ സിംലി പാല് അല്ലെ, പാല് കുടിക്കടാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഓടിച്ചിടാറുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഒഡീഷ
കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. നാഗാലാൻഡ് ഫക്കിം രംഗബഹാർ, നാഗം പാമ്പാണ്, അപ്പോൾ കിങ് കോബ്ര എന്നുള്ള രീതിയിൽ ഫക്കിം ഓർക്കുക. നമ്മുടെ ജീവൻ അപഹരിക്കും എന്നുള്ള രീതിയിൽ രംഗബഹാർ ഓർക്കുക. ഉത്തർപ്രദേശ്, ഉത്തരത്തിലോട്ട് നോക്കിയാൽ നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുള്ളൂ, അപ്പോൾ ചന്ദ്രപ്രഭ. ഒഡീഷയിൽ ഗഹിർമാത, നന്ദൻകാനൻ, ലഹരിവാലി, സിംലിപാല്. എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഓടിച്ചിട്ട് തല്ലുന്ന ആരാണ്? മാതാവാണ്. അപ്പോൾ ഗഹിർമാത നന്നായി കാണാനായിട്ടും ലഹരി ഉപയോഗിച്ചാലും പാല് കുടിപ്പിക്കാനൊക്കെ ആയിട്ടാണ് നമ്മുടെ പിന്നാലെ ഓടിച്ചെല്ലുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതിൻ്റെയും കൂടെ നമുക്ക് കോഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല, മാക്സിമം നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കണക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.